ഹലോ നമസ്കാരം, എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. വൈരം എന്ന കെ മോസസ് നോവലിൻ്റെ അധ്യായം 10. ഇവരെ ജീപ്പ് കയറ്റ്. മനു ശങ്കർ ആ ചെറുക്കനെ അറസ്റ്റ് ചെയ്യും. അത് എന്നിൽ നിന്നും അവനെ രക്ഷിക്കാനാണ്. പകരം ഇവരെ ഞാനങ്ങ് കൊണ്ടുപോകും. എൻ്റെ മോനെയല്ലേ അവൻ വെട്ടിയത്. കേട്ട ഉടനെ അമരനും ഗുണ്ടകളും ഗീതയെയും ഇന്ദുവിനെയും വാഹനത്തിന് നേരെ വലിച്ചു കൊണ്ടുപോയി. അവർ ജീപ്പിൽ കയറി. പുറപ്പെടാൻ നേരമാണ് അതുണ്ടായത്. സൈറൻ വെച്ച് ഒരു കാർ വന്നു. പിന്നിൽ പോലീസ് ജീപ്പ്. DSP മനു ശങ്കർ. വഴി തടഞ്ഞു നിൽക്കുന്ന വാഹനങ്ങൾ കണ്ട് ചർച്ചിൽ പല്ലിഞ്ഞരിച്ചു. ആഹ്ലാദസൂചകമായിട്ട് ഒരു ശബ്ദം കൂടി നിന്ന ആളുകൾക്കിടയിലുണ്ടായി. SP മനു ശങ്കർ കാറിൽ നിന്നും ഇറങ്ങി. പോലീസ് ഇതിനകം ജീപ്പ് വളഞ്ഞു കഴിഞ്ഞിരുന്നു. അമരനും ഗുണ്ടകളും പോലീസിനെ തല്ലാനായി ഇറങ്ങി. പോലീസുകാർ ലാത്തി പ്രയോഗിച്ചു. നാട്ടുകാരും പോലീസിൻ്റെ കൂടെ കൂടി. ചർച്ചിലിൻ്റെയും ഗുണ്ടകളുടെയും കയ്യിൽ കിട്ടാൻ അവസരം കാത്തിരിക്കുകയായിരുന്നു നാട്ടുകാർ. കയ്യിൽ കിട്ടിയതൊക്കെ അവർ ആയുധങ്ങളാക്കി. ചർച്ചിൽ രംഗരാജൻ തോക്കെടുത്തു. വെടിപൊട്ടിയെങ്കിലും അയാൾക്ക് ആരെയും കൊല്ലാനോ മുറിപ്പെടുത്താനോ കഴിഞ്ഞില്ല. അതിനു മുമ്പ് മനു ശങ്കർ അയാളെ പിടികൂടി കഴിഞ്ഞിരുന്നു. തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് അയാൾ ചർച്ചിലിനടിച്ച് ജീപ്പിലേക്ക് ഇട്ടു. അമരനെയും ഗുണ്ടകളെയും പോലീസും നാട്ടുകാരും ശരിക്കും പെരുമാറി. ഗീതവും ഇന്ദുവും കയ്യാലക്കരികിലേക്ക് മാറി നിന്നു. അത്യാപത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു. ആ കൊള്ളക്കൂട്ടത്തിൽ നിന്നും ജീവനോടെ തിരിച്ചു പോരാൻ കഴിയുമായിരുന്നില്ല. ബിന്ദുവിൻ്റെ അവസ്ഥ തങ്ങൾക്കുണ്ടാകുമായിരുന്നു. ഗുണ്ടകളുടെ തലപൊട്ടി ചോരയൊഴുകുന്നത് കണ്ടപ്പോൾ ഇന്ദുവിന് സന്തോഷം തോന്നി. അവർക്ക് എത്ര ശിക്ഷ കൊടുത്താലും അവൾക്ക് മതിയാകുമായിരുന്നില്ല. കോൺസ്റ്റബിളിനെ അടിച്ചു വീഴ്ചിട്ട് ഒരു ഗുണ്ട തൻ്റെ മുന്നിലൂടെ ഓടാൻ തുടങ്ങുന്നത് കണ്ട് ഇന്ദു മുന്നോട്ട് കുതിച്ച് അവൻ്റെ പിറകിലൊരു ചവിട്ട് കൊടുത്തു. കമഴ്ന്നടിച്ചു വീണ അവനെ പോലീസ് തൂക്കിയെടുത്തു. എല്ലാവരും അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനു ശങ്കർ എല്ലാവരെയും സെല്ലിലേക്ക് തള്ളി. മനു, ചർച്ചിൽ രംഗരാജൻ്റെ ദേഹത്ത് തൊടാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. ചർച്ചിൽ ഭീഷണിപ്പെടുത്തി. നിന്നെ ഞാനൊന്ന് മര്യാദ പഠിപ്പിക്കാം, മനു പറഞ്ഞു. ചർച്ചിലും അമരനും ലോക്കപ്പിൻ്റെ അഴികളിൽ പിടിച്ചു കുലുക്കി. എന്തിനാണ് നീ ആ പെൺകുട്ടികളെ ഉപദ്രവിച്ചത്? അവരുടെ സഹോദരൻ എൻ്റെ മകൻ്റെ കൈ വെട്ടിമുറിച്ചു, ചർച്ചിൽ പറഞ്ഞു. അതിന് താൻ പോലീസിൽ പരാതി തരണം. കുറ്റവാളികളെ പിടിക്കാനും ശിക്ഷിക്കാനുമാണ് ഞങ്ങളോട് വേഷം കെട്ടിയിരിക്കുന്നത്. നിയമം താൻ നടത്തില്ല, എൻ്റെ നിയമം ഞാൻ നടത്തും. എന്നെ ഈ അടച്ച ഇരുമ്പഴിക്കുള്ളിൽ തന്നെ ഞാൻ കടത്തും, ചർച്ചിൽ വെല്ലുവിളിച്ചു. മനു കെയിൻ കൊണ്ട് അഴികൾക്കിടയിലൂടെ അയാളുടെ ഡയറ്റിൽ ഒരു കുത്തു കൊടുത്തു. അമരൻ ആ കെയിനിൽ പിടിച്ചു. മനു അഴികൾക്കിടയിലൂടെ കൈയിട്ട് അവൻ്റെ കഴുത്തിന് പിടിച്ചു വലിച്ചു. മുഖം അഴികൾക്കിടയിലിട്ടിടിച്ചു. അവനൊരു നരക്കത്തോടെ പിടിയിട്ടു. ഭദ്രനെ വെട്ടിയത് ഗോപു അല്ലല്ലോ, മറ്റൊരാളല്ലേ. പിന്നെ നിങ്ങൾ എന്തിനാ ആ കുടുംബത്തെ ദ്രോഹിക്കുന്നത്? മനു ശങ്കർ ചർച്ചിലിനോട് ചോദിച്ചു. അവൻ നിങ്ങളുടെ വാടക കൊലയാളിയല്ലേ, ചർച്ചിൽ മുരണ്ടു. ഞങ്ങളെ നശിപ്പിക്കാൻ താൻ അയച്ചതല്ലേ അവനെ. അത് കേട്ട് മനു ശങ്കർ അമ്പരന്നു പോയി. ഇങ്ങനെ ഒരു കഥയോ? പോലീസിന് ഒരു കൊലയാളിയുടെ ആവശ്യം ഇപ്പോൾ ഇല്ല. തന്നെ എങ്ങനെയാണ് ഞാൻ തൂക്കിയെടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ, SP ചോദിച്ചു. ചർച്ചിൽ ഇരുണ്ട മുഖവുമായിട്ട് നിന്നേയുള്ളൂ. മനു പിന്തിരിയാൻ തുടങ്ങിയപ്പോൾ ചർച്ചിൽ അലറി. എടാ നാറി, നീ ആ പെണ്ണുങ്ങളെയൊക്കെ വ്യഭിചരിക്കല്ലടാ. തള്ളയും പെൺമക്കളും നിൻ്റെ മുന്നിൽ കാത്തു കിടക്കുകയല്ലേ. അതുകൊണ്ടല്ലേ ആ ചെറുക്കനെ ഒളിപ്പിച്ചിട്ട് നീ ഞങ്ങളെ പിടികൂടിയത്. നിയമം നടത്താൻ നിനക്കെന്താ യോഗ്യത, റാസ്കൽ. മനു ശങ്കർ അത് കേട്ട് തിരിഞ്ഞു നിന്നു. പിന്നെ തിരിച്ചു വന്നു. സെല്ല് തുറക്കാൻ കോൺസ്റ്റബിളിനോട് ആംഗ്യം കാണിച്ചു. കോൺസ്റ്റബിൾ പൂട്ട് തുറന്നു. മനു വാതിൽ വലിച്ചു തുറന്നിട്ട് അകത്ത് കടന്ന് വാതിലടച്ചു. ലോക്കപ്പിനുള്ളിൽ ഉണ്ടായിരുന്നവരെല്ലാം ശ്വാസം അടക്കി നിന്നുപോയി. ആരും അനങ്ങിയില്ല. മനു ശങ്കറിൻ്റെ ബൂട്ടുകളുടെ ശബ്ദം മാത്രം. കണ്ണുകൾ കൊണ്ട് കണ്ണുകളിൽ കത്തുകയായിരുന്നു ചർച്ചിലും മനു ശങ്കരും. ചർച്ചിലിൻ്റെ മുന്നിലെത്തി അയാൾ നിന്നു. എന്താ നീ പറഞ്ഞത്? ഒന്നുകൂടി പറയടാ, മനു ശങ്കർ മുരണ്ടു. അയാളുടെ കണ്ണുകളിൽ തീയായിരുന്നു. ചർച്ചിൽ വാ തുറന്നതും മനു ശങ്കർ വായടച്ച് ഒരടി കൊടുത്തു. ആ കുട്ടികളെപ്പറ്റി നീ എന്താ പറഞ്ഞത്?
അമ്മയെയും സഹോദരിയെയും മകളെയും അറിയാത്ത നായെ മനുശങ്കർ സമനില തെറ്റിയതുപോലെ അയാളെ ആക്രമിച്ചു. തടയാൻ ശ്രമിച്ച അമരനും അടികിട്ടി. ആ ഗുണ്ടകളുടെ നടുവിലിട്ട് മനുശങ്കർ അയാളെ തല്ലിച്ചതച്ചു. ചർച്ചിലിൻ്റെ നിലവിളി സെല്ലിൽ ഒഴുകിയെത്തി. അവസാനം അയാൾ ഭിത്തിയിൽ തട്ടി ഒരു ചാക്കുകെട്ട് പോലെ തറയിൽ വീണപ്പോഴാണ് മനുശങ്കർ നിർത്തിയത്. തവളയെപ്പോലെ മലർന്നടിച്ച് തറയിൽ വീണ് കിടക്കുന്ന ചർച്ചിൽ രംഗരാജന് അനക്കമില്ലായിരുന്നു. മനുശങ്കറിൻ്റെ നെറ്റിയിലെ വേർപ്പ് തുടച്ച് തലമുടി പിന്നോട്ട് മാടിയൊതുക്കി. തറയിൽ കിടന്ന തൊപ്പിയെടുത്ത് ധരിച്ചു. സെല്ലിൽ നിന്നും ഇറങ്ങാൻ നേരം തലതിരിച്ച് അമരനെ ഒന്ന് രൂക്ഷമായി നോക്കി മനു. അമരൻ്റെ മുഖത്ത് രക്തമയമില്ലായിരുന്നു. മനു പുറത്തു കടന്നു. ഇരുമ്പ് വാതിൽ പിൻകാലുകൊണ്ട് തട്ടിയടച്ചു. ആശുപത്രിയിൽ വേദന സഹിച്ച് കിടക്കുകയായിരുന്നു ഭദ്രൻ്റെ അടുത്തേക്ക് ഒരാൾ ഓടിക്കെത്തിച്ചു വന്നു. ഭദ്ര, ചർച്ചിൽ മുതലാളി അയാളെ പിടിച്ചു. ആര്? ഭദ്രൻ പിടഞ്ഞെണീറ്റു. SP മനുശങ്കർ. അവരാ പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ ചെന്നു. അവിടെ ചെന്നാ പോലീസ് പിടിച്ചത്. ലോക്കപ്പിലിട്ട് തല്ലി. ആൾ കാഞ്ഞു പോകുമെന്ന് അറിഞ്ഞത്. നിന്നോടാരാ പറഞ്ഞത്? ആ സമയത്ത് ഞാൻ SP ഓഫീസിലുണ്ടായിരുന്നു. ഞാൻ പോവാ. ഞാനിവിടെ വന്നെന്ന് പോലീസ് അറിഞ്ഞാൽ കുഴപ്പമോ? അയാൾ വാതിൽ തുറന്ന് ഇറങ്ങിയതാണ്. ശ്വാസം മുട്ടിയതുപോലെ പിടച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് വന്നു. അവൻ്റെ മൂക്കിൽ നിന്നും ചോര ഒഴുകുന്നത് കണ്ട് ഭദ്രൻ പരിഭ്രമിച്ചു പോയി. എന്താ നിനക്ക് പറ്റിയത്? അയാൾ മറുപടി പറയും മുമ്പേ വാതിക്കൽ ഒരു ചലനമുണ്ടായി. ആ ആളെ കണ്ട് ഭദ്രൻ ബെഡിൽ നിന്നും ചാടിയിറങ്ങി. എവിടേക്ക് രക്ഷപ്പെടണമെന്നറിയാതെ നിന്ന അയാളുടെ ഉള്ളിലൊരു നടുക്കമുണ്ടായി. ആർത്തനാദമായി അത് പുറത്തേക്ക് വന്നു. അതേ 23. തല ഇറങ്ങുന്നത് പോലെ തോന്നി ഭദ്രന്. അയാൾ വാതിൽ കടന്നു വന്ന ആ മനുഷ്യനെ കണ്ടു. അവൻ തൻ്റെ കൈ വെട്ടിമുറിച്ചവൻ. മൂക്ക് തകർന്ന് ചോരയൊലിക്കുന്നവൻ ഭിത്തിയിൽ ചാരി നിന്നു. വാതിലടഞ്ഞപ്പോൾ അയാൾ കുറ്റിയടഞ്ഞു. നിങ്ങളെന്തിനാണ് വീണ്ടും വന്നത്? ഭദ്രൻ നിലവിളിക്കുന്ന മട്ടിൽ ചോദിച്ചു. അപ്പോഴേക്കും മൂക്ക് തകർന്ന മനുഷ്യൻ അലറി വിളിക്കാനൊരുങ്ങി. വിക്രം അവൻ്റെ മൂക്കിന് നേരെ ചൂണ്ടുവിരൽ നീട്ടി. ആ വിരൽ ലോഹം കൊണ്ടുള്ളതാണെന്ന് അയാൾ കണ്ടു. പിന്നെ ലോഹ ഗ്ലാസ്. ശബ്ദിച്ചാൽ നിൻ്റെ കഴുത്ത് ഞാൻ തകർത്ത് കളയും. വിക്രം മുരണ്ടു. ഒപ്പം കൈവിരൽ കൊണ്ട് ഞെരിക്കുന്നത് പോലെ കാണിക്കുകയും ചെയ്തു. അയാളുടെ നിലവിളി കണ്ടത്തിൽ നിന്ന് ഉയർന്നില്ല. മൂക്കിൽ നിന്നും വാർന്നൊഴുകിയ ചോര വായിൽ നിറഞ്ഞ് കടവായിലൂടെ കീഴ്ത്താടിയിലേക്ക് ഒഴുകി. ഭദ്രൻ ശ്വാസം വിടാതെ വിക്രമിനെ തന്നെ തറപ്പിച്ച് നോക്കി നിൽക്കുകയായിരുന്നു. റാഷ് പാൻസും കൈനിറക്കമുള്ള പരുക്കൻ ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. ഷർട്ടിലെ കാളച്ചിഹ്നമുള്ള സിബ് പകുതിയും തുറന്നിട്ടിരിക്കുന്നു. എന്നത്തെയും പോലെയുള്ള അയാളുടെ വേഷം. ഒരു മാറ്റവും. വിക്രം തൻ്റെ നേരെ തിരിഞ്ഞപ്പോൾ ഭദ്രനൊന്ന് പതറി. ചർച്ചിൽ രംഗരാജനും അമരനും ആ സാധുക്കളോട് പ്രതികാരം ചെയ്യാൻ തുനിഞ്ഞു. എന്തിന്? വിക്രം ചോദിച്ചു. നിന്റെ കൈ വെട്ടിയത് ഞാനല്ലേ? പിന്നെന്തിനാടാ ആ പെൺകുട്ടികളെ ദ്രോഹിക്കാൻ ശ്രമിച്ചത്? പറയടാ. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, ഭദ്രൻ ഭയത്തോടെ പറഞ്ഞു. വിക്രം അവൻ്റെ കൈകളിലേക്ക് നോക്കി. മുറിഞ്ഞ വിരലുകൾ തുന്നിക്കെട്ടി വെച്ചിരിക്കുന്നു. അയാൾ പറഞ്ഞപ്പോൾ ഭദ്രൻ വലതു കൈയിലേക്ക് നോക്കി. വിക്രം പോക്കറ്റിൽ നിന്നും മൗത്ത് ഓർഗൻ എടുത്ത് വായിച്ചു. നിനക്ക് സംഗീതം ഇഷ്ടമാണോ? മൃദുസംഗീതം, മരണഗീതം? വിക്രം ചോദിച്ചു. ഭദ്രനെ ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് നിലവിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഭയം കൊണ്ട് ശബ്ദിക്കാൻ കഴിഞ്ഞിട്ടില്ല. വാതിലുകൾ ഇടിച്ചു തകർക്കുന്ന കൈയാണ് അയാളുടേത്. അതുകൊണ്ട് ഒരു കോഴിക്കുഞ്ഞിനെ കൊല്ലുന്ന ലാഘവത്തോടെ തൻ്റെ കഴുത്ത് ഞെരിക്കാൻ അയാൾക്ക് കഴിയും. ഭദ്രൻ്റെ മുഖം വീർത്തൊഴുകി. ചുണ്ടുകൾ വരണ്ടുണങ്ങി. ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. നോക്കട്ടെ, ഡോക്ടർ നന്നായി ഓപ്പറേഷൻ നടത്തിയെന്ന് നോക്കട്ടെ. വിക്രം അവൻ്റെ കൈ വലിക്കാൻ നോക്കി. ഭദ്രൻ കൈ വലിച്ചു. നോക്കട്ടെ. വിക്രം അവൻ്റെ കൈ ബലമായി പിടിച്ചെടുത്തു. വലിപ്പത്തിൽ കെട്ടിവെച്ചിരുന്ന വിരലുകളിൽ തൊട്ടു. വേദനയുണ്ടോ? ഇല്ലെന്ന് തോന്നിയെങ്കിലും ഭദ്രൻ പറഞ്ഞില്ല. ഇല്ല, വേദനിക്കുന്നില്ല, എനിക്കറിയാം. ഭദ്രൻ ചിരിച്ചു. പെട്ടെന്ന് അയാൾ ഗ്ലൗസ് ഇട്ട കൈകൊണ്ട് ആ വിരലുകൾ ചുറ്റിപ്പിടിച്ച് വലിച്ചു പറിച്ചു. ഭദ്രൻ നിലവിളിച്ചു. അവൻ്റെ വായിലേക്ക് വിക്രം മൗത്ത് ഓർഗൻ തിരുകി. അയാളതിൽ കടിച്ച് നിലവിളിച്ചു. ഓർഗനിലൂടെ കടന്നു സംഗീതമായിട്ട് അത് പുറത്തേക്ക് വന്നു.
വാതിലിന് വെളിയിലൂടെ കടന്നുപോയ ഒരു രോഗി നിലവിളി കേട്ട് ഒന്ന് നിന്നു. അടുത്ത നിമിഷം സംഗീതം കേട്ട് അമ്പരന്ന് ആശ്വാസമായി കടന്നു പോവുകയും ചെയ്തു. ഭദ്രൻ്റെ മുറിവിരലുകൾ വേസ്റ്റ് കൊട്ടയിൽ വീണു. കുറ്റി പോലെ നിൽക്കുന്ന വിരലത്തുമ്പിൽ നിന്നും ചോര വാർന്നൊഴുകി. അതിനിടയിൽ തുന്നിക്കെട്ടിയ നൂലുകൾ കുരുങ്ങിക്കിടന്നു. കണ്ണുമിഴിച്ച് മൗത്ത് ഓർഗനിലൂടെ കരഞ്ഞുകൊണ്ടിരുന്ന ഭദ്രനോട് വിക്രം പറഞ്ഞു, നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞാൻ പീഡിപ്പിച്ച് കൊല്ലും. എനിക്ക് പകരം സാധുക്കളെ ഉപദ്രവിക്കണ്ട. എന്നോട് നേരിടാൻ നേരിട്ട് വാ. ഇത്രയും കണ്ടപ്പോൾ ഭിത്തിയിൽ ചാരിയുന്ന മനുഷ്യൻ തലയിറങ്ങി വീണു. ഭദ്രൻ്റെ വായിൽ നിന്നും വിക്രം മൗത്ത് ഓർഗൻ എടുത്തു. സംഗീതം നിലവിളിയായിട്ട് മാറി. ഭദ്രൻ്റെ വേദന കൊണ്ട് തുള്ളിച്ചാടിപ്പോയി. പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ പിന്നോട്ട് മറിഞ്ഞു. ഇനി എനിക്ക് ചർച്ചിലിനെയും അമരനെയുമാണ് കാണേണ്ടത്. നിൻ്റെ വിരലുകൾ കുഷ്ഠരോഗിയുടേതുപോലെ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് എനിക്ക് അവരെ അറിയിക്കണം. ഇനി ഏത് ഡോക്ടർ വിചാരിച്ചാലും നിൻ്റെ വിരലുകൾ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കില്ല. ബോധം മറയുന്നതിന് മുമ്പ് വിക്രമിൻ്റെ ശബ്ദം ഭദ്രൻ കേട്ടു. SP മനു ശങ്കറിൻ്റെ ഇടിയേറ്റ് വീണെടുക്കായിരുന്ന ചർച്ചിൽ രംഗരാജനെ അമരൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഡാഡി, ഫറാസ്കൽ, ചർച്ചിൽ കുതറി മാറി. എന്നെ പന്നിയെപ്പോലെ തല്ലുന്നത് കണ്ട് നീ അങ്ങോട്ട് സുഖിച്ചു അല്ലടാ. നീ എൻ്റെ മോനാണോടാ. എൻ്റെ ചോറ് തിന്ന് വളർന്ന ഒരു ഡാഷ് മോനും അവനെ തടുക്കാനുണ്ടായില്ലല്ലോ. ചർച്ചിൽ രംഗരാജൻ ചുറ്റും നിന്ന ഗുണ്ടകളോട് അലറി. ബൂട്ട്സിൻ്റെ ശബ്ദം അടുത്തു വന്നു. നിൻ്റെ ശബ്ദം സെല്ലിന് വെളിയിൽ വരരുത്. പുറത്തുനിന്നും മനു ശങ്കർ അലറി. അമരൻ അലറിക്കൊണ്ട് സെല്ലിലെ വാതിൽ ചവിട്ടിപ്പൊളിച്ചു. കമ്പികൾ വളഞ്ഞു. ആ ഇരുമ്പഴി പറഞ്ഞു വീഴുമെന്ന് തോന്നി. മനു ശങ്കർ ഇരുമ്പഴിക്ക് മുന്നിലെത്തി. അമരൻ അഴിക്കിഴിയിലൂടെ കൈകടത്തി അയാളുടെ കഴുത്തിൽ പിടിച്ചു. ചേർത്തമർത്തി. ഒരു നിമിഷം മനു ശങ്കർ ശ്വാസം കിട്ടാതെ പിടഞ്ഞുപോയി. പോലീസുകാർ ഓടി വന്നപ്പോൾ അവൻ പിടിവിട്ടു. മനു ശങ്കർ തീ പാറുന്ന കണ്ണുകളോടെ അമരനെ നോക്കി. പല്ല് ഞെരിച്ചുകൊണ്ട് അമരൻ മുരണ്ടു. നിനക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ ഇപ്പോൾ തന്നെ ബോധം കെട്ട് വീഴുമായിരുന്നു. മനു ശങ്കർ അവൻ്റെ നേരെ ഒരു ഈറ്റപ്പൊലിയെ പോലെ നോക്കുമ്പോൾ ദീപയുടെ ഡാഡിയും സഹോദരനും കടന്നു വന്നു. ചന്ദ്രശേഖറും DFO പ്രശാന്തും. തൻ്റെ ഫാദർ ഇൻ ലോയും ബ്രദർ ഇൻ ലോയും ആകാൻ പോകുന്ന അവരവിടെ അപ്രതീക്ഷിതമായി കടന്നു വന്നപ്പോൾ മനു ശങ്കർ തെല്ലൊന്ന് അമ്പരക്കാതിരുന്നില്ല. വരൂ, ഇരിക്കൂ. എന്താണ് പ്രശ്നം? പോലീസിൻ്റെ സഹായം വലുതും മനു ശങ്കർ ചോദിച്ചു. മനു, നമ്മൾ തമ്മിലാവുമ്പോൾ മുഖപൂര് വേണ്ടല്ലോ. ചർച്ചിലും അമരനും എൻ്റെ ഫ്രണ്ട്സാണ്. എന്ത് കേസാണെങ്കിലും ശരി, അവരെ വിടണം, ചന്ദ്രശേഖരൻ പറഞ്ഞു. മനു ശങ്കറിൻ്റെ നെറ്റിയിലെ ചുളിവുകൾ വീണു. തനിക്ക് പുതിയ ശത്രുക്കൾ കൂടി സമ്പാദിക്കേണ്ടി വരുമെന്ന് മനുവിന് ഉറപ്പായി. തൻ്റെ ഭാവിയെപ്പോലും അത് വേറൊരു രീതിയിലാക്കിയേക്കാം. അവരുടെ കുറ്റം എന്താണെന്ന് അറിഞ്ഞിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? മനു ശാന്തനായിട്ട് തിരക്കി. അതേ മനു ശങ്കർ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് നല്ല സുഹൃത്തുക്കളെ പിണക്കുകയാണ്. ഇതുവരെ മനുവിൻ്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. എൻ്റെ ജാമാതാവാകാൻ പോകുന്ന നിങ്ങളോട് ഒരാവശ്യവും ഞാൻ ആവശ്യപ്പെട്ടില്ല. പക്ഷെ ഇപ്പോൾ ചർച്ചിലിനെ എന്നോടൊപ്പം വിട്ടയക്കണം. നോ, ആര് പറഞ്ഞാലും എനിക്കവരെ വിട്ടയക്കാൻ പറ്റില്ല, മനു പെട്ടെന്ന് പറഞ്ഞു. മനു ആലോചിച്ചിട്ടാണോ? DFO പ്രശാന്ത് ചോദിച്ചു. ഡാഡി ശ്രമിച്ച ഒരു കാര്യവും നടക്കാതെ പോയിട്ടില്ല. ഡാഡിയെ അവമാനിക്കരുത്. സോറി. മനു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എൻ്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടരുത്. അപ്പോൾ താൻ ആ വ്യഭിചാരി പെണ്ണുങ്ങളുടെ വലയിൽ തന്നെയാണ് അല്ലേ? പ്രശാന്ത് ശബ്ദമുയർത്തി. മനു ഞെട്ടിപ്പോയി. അത്രയും പ്രതീക്ഷിച്ചില്ല. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. മനു കോപം കൊണ്ട് മുരണ്ടു. തൻ്റെ അത്രയും അധികാരമില്ലെങ്കിലും തൻ്റെ സെയിം റാങ്കുള്ള ഉദ്യോഗസ്ഥനാണ് ഞാനും. മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും തനിക്കറിയില്ലല്ലോ. പ്രശാന്ത് എഴുന്നേറ്റു. ചെറ്റത്തരം പറഞ്ഞാൽ സംസാരിക്കല്ല, അടിച്ച് കരണക്കുറ്റി പോയിക്കാണ് വേണ്ടത്. ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾ എന്നെപ്പറ്റി എന്താ കരുതിയത്? മനു കയർത്ത്. ചന്ദ്രശേഖരൻ ഇടപെട്ടു. മനുവിനോട് നീ സംസാരിക്കണ്ട. ആ പെണ്ണുങ്ങൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. നമ്മുടെ അഡ്വക്കേറ്റ്സിനോട് വരാൻ പറയും. പ്രശാന്ത് പുറത്തുപോയി. പ്രമുഖരായ 3 അഡ്വക്കേറ്റുമാർ DFO പ്രശാന്തിനോടൊപ്പം വരുന്നത് കണ്ട് മനു അന്താളിച്ചു നിന്നു. ചർച്ചിലിനെയും അമരനെയും കൂടെയുള്ളവരെയും
ഞങ്ങൾക്ക് ജാമ്യത്തിലിറക്കാനുള്ള കോടതി ഉത്തരവാണിത്. അഡ്വക്കേറ്റ് കോർട്ട് ഓർഡറിൻ്റെ പേപ്പറുകൾ മനുവിന് കൊടുത്തു. SP മനു ശങ്കർ അവ മറച്ചു നോക്കിയിട്ട് ചന്ദ്രശേഖരനെ നോക്കി. ആ കോടീശ്വരനെ യാതൊരു ഭാവമാറ്റമില്ല. പ്രശാന്ത് നിസാരമട്ടിൽ ഒരു പരിഹാസച്ചിരിച്ചു ചുണ്ടുകളുടെ കോണിൽ സൂക്ഷിച്ചു. സെല്ലിൽ നിന്നിറങ്ങുമ്പോൾ അമരൻ മനു ശങ്കറിനെ ഓർമ്മിപ്പിച്ചു. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? മുഖത്തടി കിട്ടിയതുപോലെ ഈ മനു ശങ്കറിന്. ബാസ്റ്റഡ്, അയാൾ പിറുവിറുത്തു. ഭദ്രൻ്റെ മുറിയിലേക്ക് വന്ന ചർച്ചിലും അമരനും അയാളുടെ നില കണ്ട് തകർന്നുപോയി. നടന്ന സംഭവങ്ങൾ അവരുടെ വിജയോന്മാദത്തെ കെടുത്തിക്കളഞ്ഞു. ഇനി ഭദ്രൻ്റെ വിരലുകൾ പഴയതുപോലെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ എന്ത് ചിലവ് വന്നാലും ഞാൻ തരാം. പക്ഷെ അവൻ്റെ വിരലുകൾ ചർച്ചൽ വികാരധീനനായി പറഞ്ഞു. മുറിഞ്ഞ ഭാഗത്തെ മാംസം വലിച്ചു പറിച്ചു കളഞ്ഞതിനാലേ ഇനി അത് സാധിക്കില്ല. മാത്രമല്ല, മുറിഞ്ഞ ഭാഗങ്ങളിലെ സെല്ലുകൾക്ക് ഇനി ജീവൻ കിട്ടാൻ പ്രയാസമാണ്. ഡോക്ടർമാർ തീർത്തും പറഞ്ഞു. ചർച്ചിൽ ഭദ്രനെ നോക്കി. അയാളുടെ നെഞ്ച് തകർന്നുപോയി. ഒരു ജീവച്ഛവം പോലെ കിടക്കുകയായിരുന്നു ഭദ്രൻ. അയാൾ മാനസികമായിട്ട് തളർന്നു കഴിഞ്ഞു. ഒരു മൗത്ത് ഓർഗൻ്റെ ശബ്ദം ചർച്ചിലിൻ്റെ കാതുകളിൽ വന്നലച്ചു. മോനെ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. ചർച്ചിൽ അമരൻ്റെ ചുമരിൽ പിടിച്ചുകൊണ്ട് ഇടനാഴിയിലേക്ക് ഇറങ്ങി. അപ്പോൾ എതിരെ കസരയിൽ ഡോക്ടർ മാത്യൂസ് ഇരിക്കുന്നത് അയാൾ കണ്ടു. ചർച്ചിൽ വേഗം അവിടെ നിന്ന് പോയി. രാത്രി 8 മണിക്ക് 3 ട്രക്കുകൾ കുമാരിയമ്മയുടെ വീട്ടിന് നേരെ പാഞ്ഞു നിന്നു. മുന്നിൽ ഡ്രൈവ് ചെയ്തിരുന്നത് അമരനാണ്. ഒരു വലിയ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ആൾക്കാർ കാണുന്നത് ലൈറ്റിട്ട് വന്ന 3 ട്രക്കുകൾ കാട്ടാനകളെ പോലെ ആ വീട് ഇടിച്ചു തകർക്കുന്നതാണ്. ഒരു ട്രക്ക് വീടിൻ്റെ മുന്നിലൂടെ കയറി പിന്നിലൂടെ ഇറങ്ങി വന്നു. അസ്ഥിവാരം തകർന്നുപോയി. 10 മിനിറ്റ് കൊണ്ട് വീടിന് മുകളിൽ ട്രക്കുകളും അവസാനത്തെ ഇഷ്ടികയും ഇടിച്ചിട്ട് അമരൻ ആ വഴിയിലേക്ക് ഇറങ്ങി. പൊടിയിൽ കളിച്ച മതയാനയെ പോലെ അവ തിരിച്ചുപോയി. 9 മണിക്കാണ് SP ഫോൺ വന്നത്. മനു ശങ്കർ ഉടനെ കാറിൽ കയറി. രാജേന്ദ്രനോട് പുറപ്പെടാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞു. വേഗം വിട്, മനു ഡ്രൈവറോട് നിർദ്ദേശിച്ചു. ഡ്രൈവർ ചുവന്ന സിഗ്നൽ ലൈറ്റ് എടുത്തു കാറിന് മുകളിൽ വെച്ചു. സൈറൻ മുഴക്കി കാറ് കുതിച്ചു പഞ്ഞു. റോഡിന് നടുവിൽ ലൈറ്റ് മെഷീൻ കണ്ണുമായിട്ട് അയാൾ നിന്നു. SP കാറ് പാഞ്ഞു വരുന്നത് അയാൾ കണ്ടു. അതിൻ്റെ വെളിച്ചം മുഖത്ത് പതിഞ്ഞപ്പോൾ പച്ചത്തെറി അലറി വിളിച്ചുകൊണ്ട് ട്രിഗർ വലിച്ചമർത്തി. വെടിയുണ്ടകൾ തീപ്പൊരി ചിതറിച്ചുകൊണ്ട് പാഞ്ഞുപോയി. പാഞ്ഞു വന്ന കാറിൽ അരിപ്പ പോലെ ദോരങ്ങൾ വീഴ്ത്തി ഹെഡ്ലൈറ്റുകൾ വെടിയേറ്റ് അപ്രത്യക്ഷമായി. അമരൻ്റെ യന്ത്രത്തോക്കിലെ തീ മാത്രം അപ്പോഴും തെളിഞ്ഞു. കാർ വെട്ടിത്തിരിഞ്ഞു മറിഞ്ഞ് അമരന് നേരെ നിരങ്ങി നീങ്ങി. റോഡിൽ തീപ്പൊരികൾ ഉണ്ടാക്കിക്കൊണ്ട്. അദ്ദേഹം 24. അതിവേഗം നിരങ്ങി വന്ന കാറ് നിശ്ചലമായി അതിൻ്റെ തകർന്ന ചില്ലുകൾ അടർന്നു വീണു. അമരൻ വെടിയുണ്ടകൾ വർഷിക്കുന്നത് നിർത്തി കാറിനെ നോക്കി. അതിലാരും ജീവനോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ അയാൾക്കില്ലായിരുന്നു. അലാറം മുഴക്കിക്കൊണ്ട് ഒരു ചുവന്ന സിഗ്നൽ ലൈറ്റ് അപ്പോഴും മിന്നിക്കൊണ്ടിരിക്കുന്നു. അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു അത്. അങ്ങനെ ഒരു അപകടത്തെപ്പറ്റി SP മനു ശങ്കർ സ്വപ്നോപി വിചാരിച്ചിരുന്നില്ല. കാറ് വളവ് തിരിഞ്ഞപ്പോൾ റോഡിന് നടുവിൽ നിൽക്കുന്ന ഒരാളുടെ മേൽ ഹെഡ്ലൈറ്റ് പതിഞ്ഞത് കണ്ടു. അത് വേഗത്തിൽ മുന്നോട്ട് കുതിക്കുകയായിരുന്നു. എത്രയും വേഗത്തിൽ കുമാരിയമ്മയുടെ വീട്ടിലെത്തണമെന്നായിരുന്നു അവൻ്റെ ചിന്ത. അമരൻ പ്രതികാര നടപടികൾ തുടരുകയാണ്. അവരുടെ വീട് നിശേഷം തകർത്ത് തരിപ്പണമാക്കിയെന്നാണ് ഫോൺ വന്നത്. തൻ്റെ അധികാര പരിധിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. കാർ അടുത്ത് ചെല്ലുമ്പോൾ ആ മനുഷ്യൻ റോഡിൻ്റെ അരികിലേക്ക് ഒഴിഞ്ഞു മാറുമെന്നാണ് കരുതിയത്. പക്ഷേ അടുത്ത സെക്കൻഡ് കണ്ടത് അയാളുടെ കയ്യിലെ യന്ത്രത്തോക്ക് തീ തുപ്പുന്നതാണ്. ഒരു നിമിഷം കൊണ്ട് ലൈറ്റുകൾ തകർത്ത് എല്ലാം ഇരുളിലായി. മുന്നിലെ ചില്ലുകളിൽ ദോര വീണു. അതോടൊപ്പം ഐസ് പലക വീഴുന്നത് പോലെ പൊടിഞ്ഞുപോയി ഗ്ലാസുകൾ. കഴുത്തിൽ വെടിയേറ്റ ഡ്രൈവർ 2 കൈകളും വിട്ട് വെടിയേറ്റ ഭാഗത്ത് അമർത്തിപ്പിടിച്ചു. അയാളെ സീറ്റിലേക്ക് വലിച്ചിറക്കാൻ ശ്രമിക്കുമ്പോൾ തുരുതുര വെടിയുണ്ടകൾ വന്നു. നിലവിളിച്ച ഡ്രൈവറുടെ വായിലും മുഖത്തും മൂക്കിലൊക്കെ വെടിയുണ്ടകൾ പാഞ്ഞു കയറി. സ്റ്റിയറിംഗ് വീലിനടിയിൽ നിന്നും മനു ശങ്കറിനെ വലിച്ചു മാറ്റാൻ കഴിഞ്ഞത് ഡ്രൈവറുടെ ശവമാണ്. ഡോറിലേക്ക് ചാരിക്കിടക്കുമ്പോൾ വെടിയുണ്ടകൾ കാറിൻ്റെ അകത്തുകൂടി കടന്ന് പിന്നിലെ ചില്ല് തകർത്ത് തെറിപ്പിക്കുന്നത് കണ്ടു. ഇതിനിടെ നിയന്ത്രണം വിട്ട കാറ് വട്ടം മറിഞ്ഞു. മനു ശങ്കർ ടോപ്പിൽ വന്നിടിച്ച് മുന്നിലൂടെ വെളിയിലേക്ക് തെറിച്ചു പോകേണ്ടതായിരുന്നു. ഡ്രൈവറുടെ ഭാഗത്തേക്ക് കാറ് മറിഞ്ഞ് അസ്ത്രം പോകുന്ന പോലെ നിരങ്ങി മുന്നോട്ട് പോയി. സ്റ്റിയറിങ്ങിലൂടെ തലകുത്തി
മനുശങ്കർ കുടുങ്ങിക്കിടന്നു. നടുക്കി വിറപ്പിക്കുന്ന ഒരടിമുഴക്കം പോലെ 2 നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. കാറ് ചെരിഞ്ഞു കിടക്കുകയാണ്. ഡ്രൈവറുടെ ശവത്തിൽ ചവിട്ടി മനുശങ്കർ നിവർന്നു. തലയ്ക്ക് മുകളിലെ ഡോറ് തള്ളി തുറന്ന് വലിഞ്ഞു കയറിയപ്പോൾ കാറും നിളക്കി. റോഡിന് കുറുകെ കിടക്കുകയായിരുന്നു കാറ്. ആരോ വെളിയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത് കണ്ട് അമരൻ നിറയൊഴിച്ചു. അപ്പോഴേക്കും മറുവശത്തേക്ക് ചാടിക്കഴിഞ്ഞിരുന്നു. വാതിലിന് നേരെ നോക്കിയ മനുവിൻ്റെ മുഖത്തേക്ക് താർന്ന ഡോർ ഗ്ലാസിൻ്റെ കഷ്ണങ്ങൾ വീണു. പിന്നെ മുഖം തിരിച്ചു കഴിഞ്ഞാൽ കണ്ണുകൾ മുറിഞ്ഞില്ല. എതിരെ നിൽക്കുന്ന മനുഷ്യൻ 1-2 അടി മുന്നോട്ട് വരുന്നത് മനു കണ്ടു. അതാരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. റിവോൾവർ അവൻ്റെ നേരെ നീട്ടി. ഇരുളിൽ നിന്നും 2 പേർ കൂടി അവൻ്റെ അടുത്തേക്ക് വരുന്നത് മനു കണ്ടു. അതൊരു സംഘമാണ്. സിഗ്നൽ ലൈറ്റ് തൻ്റെ മുന്നിൽ മിന്നുന്നത് അവർക്കു തന്നെ കാണാൻ കഴിയുന്നുണ്ടെന്നും മനു കരുതി. തൻ്റെ യൂണിഫോം മുഴുവൻ ഡ്രൈവറുടെ ചോരയാണ്. മനു എതിരാളികൾക്ക് നേരെ നിറയൊഴിച്ചു. പെട്ടെന്ന് വാഹനങ്ങളുടെ വെളിച്ചം കണ്ടതും മനു ആത്മവിശ്വാസം നൽകി. ആ വെളിച്ചത്തിന് എതിരെ നോക്കിയപ്പോൾ എതിരാളി തുടരെ നിറയൊഴിക്കുന്നതും കാറിലെ വെടിയുണ്ടകൾ വന്ന് തറയ്ക്കുന്നതായിട്ടുള്ള ശബ്ദം. താൻ ഇവിടെ മറഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലാക്കി എതിരാളി ആ വാഹനങ്ങൾ വരുന്നതിന് മുമ്പേ ഫ്യൂവൽ ടാങ്ക് തറക്കാനുള്ള ശ്രമിക്കുന്നതാണെന്ന് ചിന്ത മനസ്സിലായി. ഉടൻ മനോശങ്കർ ശത്രുക്കൾക്ക് നേരെ നിറയൊഴിക്കൽ നിർത്തി എതിർദിശയിലേക്ക് കുതിച്ചോടി. ഒരു സ്ഫോടനം. സൂര്യൻ ഉദിച്ചതുപോലെ വെളിച്ചം. കുതിച്ചോടുന്ന മനു ഒരു നിഴൽ പോലെ അത് കണ്ടു. മനുശങ്കർ റോഡിൽ കമഴ്ന്നു കിടന്നു. കാറ് പൊട്ടി പല പാളികളായി തെറിച്ചു പോകുന്നത് തല തിരിച്ച് നോക്കിയപ്പോൾ കണ്ടു. ബമ്പർ തെറിച്ച് തൊട്ടടുത്ത് വന്ന് വീണു. മുന്നിൽ വന്ന ജീപ്പ് തലയ്ക്ക് നേരെ നിന്നു. മനുശങ്കർ തലയുയർത്തിയപ്പോൾ കണ്ടു CI രാജേന്ദ്രനും പോലീസുകാരും ഇറങ്ങുന്നതാണ്. 2 ജീപ്പുകൾ കൂടി വന്നു. SI മുഹമ്മദും പോലീസുകാരും. സാർ എന്ത് പറ്റി? കാറിൽ ബോംബുണ്ടായിരുന്നോ? രാജേന്ദ്രൻ പരിഭ്രാന്തനായി ചോദിച്ചു. താൻ രക്ഷപ്പെട്ടെന്ന് അപ്പോഴും മനുശങ്കറിന് വിശ്വാസം വന്നില്ല. വരൂ, അവിടെ കുറേ പേരുണ്ട്. SP തോക്കുമായിട്ട് കാറ് നിന്നിടത്തേക്ക് ഓടി. ഒപ്പം രാജേന്ദ്രൻ സംഘവും. ജീപ്പുകൾ പുറകെ വന്നു. റോഡരികിലെ കൊക്കോമരങ്ങൾക്കിടയിൽ ചെകുത്താൻ്റെ കണ്ണുകൾ പോലെ 2 ലൈറ്റുകൾ തെളിഞ്ഞു. അതാ ആ വാഹനം തടയും. ബി ക്വിക്ക്. പ്രകാശത്തിന് നേരെ നിറയൊഴിച്ചുകൊണ്ട് മനുശങ്കർ അലറി. ആ വാഹനം ഇരകൾ തട്ടിമാറ്റി റോഡിലേക്ക് കയറിയപ്പോൾ തൻ്റെ ഉന്നം തെറ്റിയിട്ടില്ലെന്ന് മനസ്സിലായി. മനു വീണ്ടും നിറയൊഴിച്ചു. വെടിപൊട്ടിയില്ല. വെടിയുണ്ടകൾ തീർന്നു. ജീപ്പുകൾ ആ വാഹനത്തിൻ്റെ പിന്നാലെ പാഞ്ഞു. മനുശങ്കർ നിരാശയോടെ ഒഴിഞ്ഞു തോക്കുമായിട്ട് നിന്നു. ബാസ്റ്റഡ്. മനു കോപത്തോടെ പല്ലുഞ്ഞിരിച്ചു. 15 മിനിറ്റ് കഴിയും മുമ്പ് CI രാജേന്ദ്രൻ ജീപ്പ് തിരിച്ചു വന്നു. ആ ജീപ്പ് കിട്ടിയോ? SP തിരക്കി. അവർ രക്ഷപ്പെട്ടു സാർ, രാജേന്ദ്രൻ പറഞ്ഞു. തന്നെ അവർ തോൽപ്പിച്ചു കളഞ്ഞെന്ന് SP മനസ്സിലായി. തൻ്റെ ഡ്രൈവറുടെ ശവം അദ്ദേഹം കണ്ടു. ഒരിക്കൽ പോലും തന്നെ അപകടത്തിൽ ചാടിക്കാതെ രക്ഷപ്പെടുത്തിയ അയാൾ ഇത്തവണ തനിക്ക് വേണ്ടി ജീവൻ ത്യജിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ നിമിഷത്തെപ്പറ്റി ഓർത്തപ്പോൾ മനുവിന് ഒരു വല്ലാത്ത മരവിപ്പ്. അദ്ദേഹം CI രാജേന്ദ്രനോടൊപ്പം കുമാരിയമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ആളുകൾ കൂടി നിന്നിരുന്നു. ആ വീട് നിശേഷം തകർത്തിരുന്നു. ഒരു പൂച്ചയുടെ ശവം ഇഷ്ടികൾക്കിടയിൽ നിന്നും ടയറുകൾ കയറി അരഞ്ഞ നിലയിൽ കിടക്കുന്നു. കുമാരിയമ്മയും ഗീതയും ഇന്ദുവും അന്നവിടെ ഇല്ലായിരുന്നു. രാവിലത്തെ സംഭവത്തിന് ശേഷം അവരെ അവിടെ പാർപ്പിച്ചത് ശരിയല്ലെന്ന് കരുതി മനുശങ്കർ അവരെ തൻ്റെ വീട്ടിലേക്ക് അയച്ചിരുന്നു. ആ സാധുക്കൾക്കുണ്ടായിരുന്ന ഏക സമ്പാദ്യമായിരുന്നു ആ വീട്. അതിൻ്റെ ഇഷ്ടികകൾ പോലും ബാക്കിയില്ല. ചർച്ചിൽ മനു രോക്ഷത്തോടെ മുരണ്ടു. ലോക്കപ്പിൽ കിടന്ന് അമരൻ ഭീഷണിപ്പെടുത്തിയത് അദ്ദേഹം ഓർത്തു. തൻ്റെ ഓഫീസിൽ നിന്നും പുറത്തു വരുന്നത് കാത്തിരിക്കുകയാണ് അവൻ. അവൻ്റെ ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടു. അവനെ രക്ഷിച്ച പ്രശാന്തിനോടും ചന്ദ്രശേഖരനോടുമാണ് മനുശങ്കറിന് അമർഷം തോന്നിയത്. തന്നേക്കാൾ വലുത് അവർക്ക് ആ ക്രിമിനലുകളാണ്. ദേവ എന്ന തങ്കവിഗ്രഹം മനുശങ്കറിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. തനിക്കായി കാത്തിരിക്കുന്ന ദീപ. പക്ഷെ താൻ എങ്ങനെ ഇനി അവളുടെ അച്ഛനോടും അമ്മയോടും സഹോദരനോടും സഹകരിക്കും? ദീപയുടെ മനോഹരമായ മന്ദഹാസം മനസ്സിൽ വീണ്ടും തെളിഞ്ഞു. മനുശങ്കർ CI രാജേന്ദ്രൻ ജീപ്പിൽ ചന്ദ്രശേഖരൻ്റെ ബംഗ്ലാവിലേക്ക് ചെന്നു. ഗേറ്റിൽ നിന്ന് കൂർക്ക മനുശങ്കറിനെ കണ്ട് സലാം വെച്ച് ഗേറ്റ് തുറന്നു കൊടുത്തു. ജീപ്പ് അകത്തേക്ക് കയറി പോർച്ചിൽ നിന്നു. മനുശങ്കർ ഇറങ്ങിയപ്പോഴേക്കും DFO പ്രശാന്ത് പൂമുഖത്തേക്ക് വന്നു. SP യൂണിഫോമിലെ രക്തപ്പാടുകൾ ശ്രദ്ധിക്കാതെ പ്രശാന്ത് ചോദിച്ചു, എന്താണ് മിസ്റ്റർ സൂപ്രണ്ട്? മനുശങ്കർ പ്രശാന്തിനെ തറപ്പിച്ചു നോക്കി. പ്രശാന്ത് വാശിയോട് ചോദിച്ചു,
ചർച്ചിലിനും അമരനും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കീഴ്ക്കോടതിയുടെ ഉത്തരവിനെ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും വല്ല ഓർഡറും വാങ്ങിയാണോ ഈ വരവ്? ചന്ദ്രശേഖരോട് മത്സരിക്കാൻ ഈ കൃമി ഇതും ഇതിലപ്പുറവും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരൻ ഇറങ്ങി വന്നു. അയാൾ പൈപ്പ് കടിച്ചു പിടിച്ച് പുകവലിച്ചുകൊണ്ടിരുന്നു. പുച്ഛഭാവത്തിൽ അയാൾ തുറന്നു. ഞാൻ മകളെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് സമ്മതിച്ചത് അയാളെയും അയാളുടെ ഉദ്യോഗത്തെയും കണ്ട് ഭയന്നായിരിക്കുമെന്ന് കരുതി. അങ്കിൾ പ്രശാന്ത്, ഞാൻ നിങ്ങളോട് തർക്കിക്കാൻ വന്നതല്ല. നിങ്ങൾ ചെയ്തത് എത്ര വലിയ പാതകമാണെന്ന് അറിയിക്കാനാണ്. നിങ്ങൾ എന്തിനും ചർച്ചിലിന് കൂട്ടു നിൽക്കുന്നു? ഏറ്റവും വലിയ ക്രിമിനലുകളാണ് അവർ, മനു ശങ്കർ പറഞ്ഞു. ക്രിമിനൽ നീയാണ്, ചന്ദ്രശേഖർ പറഞ്ഞു. എൻ്റെ മകളെ പ്രേമത്തിൻ്റെ പേരിൽ മയക്കിയെടുത്ത് വഞ്ചിച്ചു. ആ തെരുവ് പെണ്ണുങ്ങളെ വീട്ടിൽ കയറ്റി പാർപ്പിച്ചിരിക്കുന്നു. SP മനു ശങ്കറിന് ധർമ്മത്തെപ്പറ്റി പറയാൻ എന്താണ് അവകാശം? അങ്കിള്, നിങ്ങൾ തെറ്റിദ്ധരിച്ചു. അവരെൻ്റെ സഹോദരങ്ങൾ പോലെയാണ്. എൻ്റെ മമ്മിക്ക് അവരോട് കടപ്പാടുകളുണ്ട്. ബദറിനെ ശിക്ഷിച്ചതിന് അയാൾ അവരോട് പ്രതികാരം ചെയ്യാണ്. അവരെ രക്ഷിക്കേണ്ട കടമ എനിക്കുണ്ട്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ആ വേശ്യകളെ വീട്ടിൽ താമസിപ്പിക്കുന്നതോ? അങ്കിൾ, മനു ശങ്കർ കൈകൾ കൂട്ടിത്തിരുമ്മി. സത്യം പറയുമ്പോൾ സഹിക്കുന്നില്ല അല്ലേ? ചന്ദ്രശേഖർ പരിഹസിച്ചു. ഈ നാട്ടിൽ എത്ര സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, എത്ര പേര് കൊല്ലപ്പെടുന്നു. അവരെ ഒന്നും സംരക്ഷിക്കാതെ ഈ സുന്ദരികളെ മാത്രം സംരക്ഷിക്കുന്നതാണ് ഡ്യൂട്ടി അല്ലേ? അങ്കിൾ, ഇത് ചീപ്പാണ്. എന്നെ മനഃപൂർവ്വം അപമാനിക്കുകയാണ് നിങ്ങൾ, മനു അസഹ്യതയോടെ പറഞ്ഞു. ഞാൻ പറയുന്നതാണ് ചീപ്പ്, താൻ പ്രവർത്തിക്കുന്നതല്ല. ഹോസ്പിറ്റലും വീട്ടിലും വെച്ച് ഒരുത്തി തൻ്റെ കൂടെ കുഴഞ്ഞാടുന്നത് കണ്ടിട്ട് എൻ്റെ മോള് പോലും നാണിച്ചുപോയി. തന്നോട് പലപ്പോഴും പറഞ്ഞിട്ടും അവളെ പറഞ്ഞു വിട്ടില്ല. അതായത് അവളെ ഉപേക്ഷിക്കാൻ പോലീസ് സൂപ്രണ്ടിന് മനസ്സ് വരുന്നില്ലെന്ന്. അങ്കിൾ, സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ പ്രായത്തെ ബഹുമാനിക്കും, പക്ഷേ എൻ്റെ ക്ഷമയ്ക്ക് ഒരതിരുണ്ട്. എൻ്റെ ക്ഷമയ്ക്കും ഒരതിരുണ്ടെന്ന് താൻ കരുതിയില്ലേ? എൻ്റെ മകളെ തൻ്റെ വെപ്പാട്ടിയാക്കാമെന്നാണോ കരുതിയത്? മിസ്റ്റർ ചന്ദ്രശേഖരൻ, മനു രോക്ഷം കൊണ്ട് മുരണ്ടു. നിങ്ങളുടെ വീടാണെന്ന് കരുതിയാണ് ഇതുവരെ ഞാൻ ക്ഷമിച്ചത്. അല്ലെങ്കിൽ എൻ്റെ ഡാഡി നീ അങ്ങ് തല്ലുമായിരുന്നു അല്ലടാ. ഡോർ കട്ടന് മറവിൽ നിന്നിരുന്ന ദീപ ഇറങ്ങി വന്നു. ദീപേ, മനുശങ്കർ അന്താളിച്ചു പോയി. ഒരിക്കലും അവൾ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ദീപ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഓഫീസിൽ വെച്ച് നിങ്ങൾ എൻ്റെ ഡാഡിയെ അപമാനിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ ഡാഡിയെ തല്ലാൻ ശ്രമിച്ചു. ഒരു നിമിഷമെങ്കിലും നിങ്ങൾ എന്നെ ഓർത്തോ? നിങ്ങൾക്ക് വലുത് ആ ചെറ്റ പ്രോസ്റ്റിറ്റ്യൂട്ടുകളായിരുന്നു. ദീപേ, വാട്ട് ഡിഡ് യു സേ? പ്രോസ്റ്റിറ്റ്യൂട്ട്. സേ വൺസ് മോർ. ഐ വിൽ പൂൾ യുവർ ബ്ലഡി ടങ്. മനുശങ്കർ കോപം കൊണ്ട് അലറി. ദേ ആർ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അവൾ വാശി കൊണ്ട് വിളിച്ചു പറഞ്ഞു. 100 വട്ടം ഞാനത് പറയും. മനു അവളുടെ നേരെ കുതിച്ചു. നിൽക്ക്, ദീപ ഗർജിച്ചു. എന്നെ തൊടാൻ നിങ്ങൾ ആരാണ്? ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ദീപേ, മനു ശങ്കർ നടുങ്ങി നിന്നു. ഗെറ്റ് ഔട്ട്, അവൾ ശബ്ദമുയർത്തി. ഐ ഹേറ്റ് യു. മനു ശങ്കർ തീപാറുന്ന കണ്ണുകളോടെ തൻ്റെ കാമുകിയെ നോക്കി. അധ്യായം 25. അതിനേക്കാൾ വലിയൊരു പരാജയം മനു ശങ്കറിന് സംഭവിക്കാനില്ലായിരുന്നു. ദീപ തന്നെ വെറുക്കുന്നുവെന്ന് പറഞ്ഞത് വിശ്വസിക്കാനായില്ല. അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ചന്ദ്രശേഖറും പ്രശാന്തും കൂടി അത്രയ്ക്ക് അവളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ മുഖത്ത് ആ പരിഹാസച്ചിരിയുണ്ട്. ദീപേ, മനു ശങ്കർ വിളിച്ചു. ഹൃദയത്തിലൊരു മുറിവുണ്ടായതുപോലെ വേദനിച്ചു. ഇനി നിങ്ങളെന്നെ വിളിക്കരുത്. ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എൻ്റെ പണമായിരുന്നു നിങ്ങൾക്ക് ആവശ്യം. എൻ്റെ ഡാഡിയുടെ കോടിക്കണക്കായ സ്വത്തുക്കൾ സ്വന്തമാക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചു. യഥാർത്ഥ സ്നേഹം മറ്റു പലർക്കും കൊടുത്തിട്ട് എൻ്റെ മുന്നിൽ അഭിനയിച്ചു. ഷട്ടപ്പ്. അവൾ മുഴുവൻ പറയുന്നതിന് മുമ്പ് മനു ശങ്കർ ഗർജിച്ചു. നിൻ്റെ ഡാഡിയുടെ പണം കൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചതെന്നോ? പണക്കാരിയാണെന്നുള്ള നിൻ്റെ അഹങ്കാരം കൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്. പണക്കാരനാകണമെങ്കിൽ ഇപ്പം ഞാൻ ലക്ഷങ്ങൾ സമ്പാദിച്ചു കൂട്ടുമായിരുന്നു. തെറ്റിദ്ധരിച്ചത് ദീപയാണ്. ഞാൻ തന്നോട് സംസാരിക്കാനല്ല വന്നത്. 2 ക്രിമിനലുകളെ സ്വതന്ത്രമാക്കിയിട്ട് ഈ മാന്യന്മാരോട് അവർ ചെയ്തത് തെറ്റാണെന്ന് പറയാനാണ്. മനു ശങ്കർ ചന്ദ്രശേഖരനെയും പ്രശാന്തിനെയും നോക്കി. എന്നോടുള്ള പ്രതികാരത്തിനായി അവർ സാധുക്കളുടെ കൊച്ചു വീട് തകർത്ത് കളഞ്ഞു. എന്നെ കൊല്ലാൻ വേണ്ടി യന്ത്രത്തോക്കും കൊണ്ട് പതിയിരുന്ന് ആക്രമിച്ചു. തലമുടി നാരിൻ്റെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. എൻ്റെ ഡ്രൈവർ എനിക്ക് വരം മരിച്ചു. അയാളുടെ ചോരയാണ് ഈ യൂണിഫോമിൽ മുഴുവൻ പറ്റിയിരിക്കുന്നത്. തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? ചന്ദ്രശേഖറും പ്രശാന്തും ദീപയും
മനോജ് അപ്പോഴാണ് വ്യക്തമായി ശ്രദ്ധിച്ചത്. പൂമുഖത്തെ വെളിച്ചം പൂർണ്ണമായും ആ ദേഹത്ത് വീണു. യൂണിഫോമിലും കൈകളിലും തലമുടിയിലും ഇനിയും ഉണങ്ങിയിട്ടില്ലാത്ത ചോര. എൻ്റെ ചോരയായിരുന്നു അവർക്ക് വേണ്ടത്. പക്ഷേ എൻ്റെ ഭാഗ്യം എൻ്റെ പക്ഷത്തായിരുന്നു, SP മനോജ് പറഞ്ഞു. ഒന്നോർത്തോളൂ മിസ്റ്റർ പ്രശാന്ത്, മിസ്റ്റർ ചന്ദ്രശേഖർ. ചർച്ചിലിനെയും അമരനെയും ഞാൻ വെറുതെ വിടില്ല. ചർച്ചിൽ ഫാമിലിയോട് നിങ്ങൾക്ക് എന്താണ് ഇത്ര പക? ഭദ്രൻ്റെ ഓപ്പറേഷൻ നടത്തിയ കൈവിരലുകൾ ആ കൊലയാളി വലിച്ചു പറിച്ചു കളഞ്ഞിട്ടും അതിനെതിരെ നിങ്ങളൊരു നടപടിയെടുത്തോ? നിങ്ങളുടെ വാടക കൊലയാളിയല്ലേ ആ മനുഷ്യൻ? പ്രശാന്ത് ചോദിച്ചു. മനോജ് ആരെയും വാടകയ്ക്കെടുക്കുകയില്ല. ഒന്നിനെയും ഭയമുള്ള ആളല്ല. എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ തന്നെ ചെയ്യും. അത് നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും എനിക്ക് നിങ്ങളെപ്പറ്റി മതിപ്പുണ്ട്. അത് നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ ചർച്ചിലിനെ പോലെയുള്ള ക്രിമിനലുകളിൽ നിന്നും അകന്നു നിൽക്കുക. ഓർക്കാപ്പുറത്ത് ചിലപ്പോൾ നിങ്ങളുടെ അന്തസ്സും പ്രതാപവും ഒക്കെ നഷ്ടപ്പെട്ടെന്ന് വരും. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ചന്ദ്രശേഖർ മുഖം കറുപ്പിച്ചു. സത്യം പറഞ്ഞത് ഭീഷണിയായിട്ട് തെറ്റിദ്ധരിച്ചതാണ്. DGP പോലും എൻ്റെ ഡാഡിയോട് ഇത്തരത്തിൽ സംസാരിക്കാറില്ല. അറിയാമോ തനിക്ക്? പ്രശാന്ത് IFS കൈ ചൂണ്ടി വിറച്ചു. മനോജ് ആ കൈ പിടിച്ചു മാറ്റി. IFSും IPSും തമ്മിലുള്ള മത്സരമല്ല ഇത്. തലയ്ക്കകത്ത് വിവരമുള്ളതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും. കുറ്റവാളി ഏത് വമ്പനായാലും അറസ്റ്റ് ചെയ്യാൻ DGP വേണ്ട, വെറും ഒരു കോൺസ്റ്റബിൾ മതി. പ്രശാന്ത് വല്ലാതായി. നിങ്ങൾ അമരനെയും ചർച്ചിലിനെയും ഒളിപ്പിച്ചിരിക്കുന്നത് ഈ ബംഗ്ലാവിലായിരിക്കുമല്ലോ. അവരോട് പറഞ്ഞേക്ക് മനോജ് അവരെയും കൊണ്ടേ പോകുമെന്ന്. ജീപ്പിന് നേരെ നടന്നു SP. പിന്നെ തിരിഞ്ഞു നിന്നു. മിസ്റ്റർ ചന്ദ്രശേഖരൻ, മകളുടെ പേര് പറഞ്ഞ് നിങ്ങൾ എന്നെ സ്വാധീനിക്കാനാണ് ശ്രമിച്ചത്. സ്വന്തം അച്ഛൻ വന്ന് പറഞ്ഞാലും ഒരു ക്രിമിനലിനെയും രക്ഷിക്കുന്നവനല്ല SP മനോജ്. മനസ്സിലായോ? ദീപയെയും പ്രശാന്തിനെയും നോക്കിയിട്ട് അദ്ദേഹം ജീപ്പിൽ കയറി. ജീപ്പ് പാഞ്ഞു പോയി. ഓഫീസിൽ ചെല്ലുമ്പോൾ പത്രക്കാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 10 മിനിറ്റ് അവർക്ക് കൊടുത്തു. പത്രക്കാരും ഫോട്ടോഗ്രാഫർമാരും പോയി കഴിഞ്ഞപ്പോൾ മനോജ് ഒരു സിഗരറ്റ് കത്തിച്ചു. അപ്പോഴാണ് ഫോൺ വന്നത്. യെസ് SP. മനോജ് അറ്റൻഡ് ചെയ്തു. താനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന് തെറ്റുപറ്റിയതുകൊണ്ടാണ്. അമരൻ്റെ ശബ്ദം കേട്ടു. യു ബാസ്റ്റേഡ്. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത അധ്യായമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.